ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടോ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെഡ് റൂബി ചാമ്പയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഏട്ടന്റെ വീട്ടിൽ സ്വദേശിയും വിദേശിയുമായ വേറെയും ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മഴക്കാലം ആയതുകൊണ്ട് പലതിലും ഫ്രൂട്ട് ഒന്നുമില്ല. എന്നാലും ചില ഓൾ സീസൺ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഫ്രൂട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാണുമ്പോൾ നമ്മുടെ മുന്തിരിയാണെന്ന് തോന്നുന്നുണ്ടായിരിക്കില്ല. ഞാനും ആദ്യം മുന്തിരിയാണെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇതാണ് ജംബുട്ടിക്കാബ. ബ്രസീലിയൻ ട്രീ ഗ്രേപ്പ്, മരമുന്തിരി എന്ന പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. കുറേ വർഷങ്ങൾ കൊണ്ട് വലിയ മരമാകുമെങ്കിലും സാവധാനമാണ് ഇതിന്റെ വളർച്ച. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ചട്ടിയിലൊക്കെ ഇത് വളർത്താൻ പറ്റും കേട്ടോ. ബ്രസീൽ അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ഇത് പ്രധാനമായും കാണുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫ്രൂട്ട് എസ്കാർലറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. എസ്കാർലറ്റ്, റെഡ് ഹൈബ്രിഡ്, പ്രിക്വേഷ എന്നീ വെറൈറ്റികളാണ് സാധാരണ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നത്. ഇതെല്ലാം വിത്ത് തൈ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ 3 വർഷം കൊണ്ട് നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ്. ഇനി ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതിന്റെ രുചി നമ്മുടെ മുന്തിരിയെ പോലെ തന്നെയാണ് കേട്ടോ. ഉള്ളിലുള്ള ഫ്ലഷും മുന്തിരി പോലെ തന്നെയാണ്. കാഴ്ചയിലും ആള് മുന്തിരി തന്നെയാണ്. കാണുന്ന ആർക്കും അത് മുന്തിരിയാണെന്നേ തോന്നുള്ളൂ. പക്ഷേ ഈ മുന്തിരിയേക്കാൾ കുറച്ചുകൂടി മധുരം കൂടുതലുണ്ടായിരിക്കും. വെറൈറ്റികൾക്കനുസരിച്ച് മധുരത്തിൽ വ്യത്യാസം വരും. നമ്മുടെ കേരള കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ഒരു ഫ്രൂട്ടാണ്. അത്യാവശ്യം നല്ല വെയിലത്ത് വേണം വളർത്താൻ. അതേസമയം വെള്ളവും നന്നായി ആവശ്യമായിട്ടുള്ള ഒരു മരമാണ് കേട്ടോ. എല്ലാവർക്കും ജംബുട്ടിക്കാബ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.